നമസ്കാരം. എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് അല്ലേ? ഭക്തസഹസ്രങ്ങൾ ഭഗവാന്റെ മുൻപിൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ ഭക്തിയോടെ സമർപ്പണത്തോടെ പ്രണമിക്കുന്ന മഹത്തായ ദിനം. അതെ, ഇന്ന് തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ ആ യുദ്ധക്കളത്തിൽ വെച്ച് അർജുനനെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടാനായിട്ട് ഉദ്ഘോഷിച്ച ആ ഭഗവത്ഗീത ജനിച്ച ദിവസം. മഹാഭാരതം മുഴുവൻ ഒരു പൊൻകിരീടം പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ നടുക്ക് സഹസ്രകോടി ചൈതന്യത്തോടെ വിളങ്ങുന്ന ഒരു വജ്രം പോലെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. കൃത്യമായിട്ട് വ്യാസൻ മഹാഭാരതത്തിൻ്റെ നടുക്ക് വ്യാസേന ഗ്രഥിതാം പുരാണന മുനിനാം മധ്യേ മഹാഭാരതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീതാ ശ്ലോകങ്ങൾ തന്നെ തുടങ്ങുന്നത്. അപ്പം അത്രയും പവിത്രമായ, അത്രയും ചൈതന്യവത്തായ ഭഗവാന്റെ ഉപദേശങ്ങൾ ജനിച്ച ദിവസം കൂടിയാണിന്ന്. അപ്പോൾ എല്ലാ ഭഗവാന്റെ ഭക്തന്മാർക്കും, ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്കും വീണ്ടും വീണ്ടും ഒരു ഗുരുവായൂർ ഏകാദശിയുടെ മഹത്തായ ആശംസകൾ അർപ്പിക്കുന്നു. പൂന്താനം തിരുമേനിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വര ചൈതന്യം കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ ഭഗവാൻ. അപ്പം ഭഗവാനെ തേടിയുള്ള ആ യാത്ര, ഒരുപാട് സ്ഥലങ്ങളിൽ പൂന്താനം അലഞ്ഞിട്ട് ആ ഗുരുവായൂർ വന്നിട്ടാണ് ഭഗവാന്റെ ചൈതന്യത്തെ കൂടുതൽ കൂടുതൽ ആത്മാവിലേക്ക് ആവാഹിച്ച് ഇങ്ങനെ വിടരുന്നത്. അപ്പം നമ്മളും ആവാഹനം നടത്തുകയാണ്. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ മന്ത്രം, ഹരിനാരായണ മന്ത്രം. നാരായണ 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 നാമം, നാരായണ 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 നാമം, ഹരിനാരായണ നാമം. നെയ്യുന്നു പീതാംബരമീ സന്ധ്യകളാവാം, പയ്യെല്ലാം പാർക്കുന്നു പാൽമാധുരിയല്ലോ. നെയ്യുന്നു പീതാംബരമീ സന്ധ്യകളാവാം, പയ്യെല്ലാം വാർക്കുന്നു പാൽമാധുരിയല്ലോ. ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ, ചൂടുന്നൊരു പീലി തിരുമുടിയോ മഴമേഘം. ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ, ചൂടുന്നൊരു പീലി തിരുമുടിയോ മഴമേഘം, തിരുമുടിയോ മഴമേഘം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. നാരായണ 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 നാമം, നാരായണ 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 നാമം. ഗരുഡൻ പോലാകാശം ചിറകാർന്നിടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ. ഗരുഡൻ പോലാകാശം ചിറകാർന്നിടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ.
നിറകണ്ണാൽ കാണുന്നേനെങ്ങെങ്ങും സ്വാമി ഗുരുവായൂരപ്പാ നിൻ കൃഷ്ണാട്ടം മാത്രം. നിറകണ്ണാൽ കാണുന്നേനെങ്ങെങ്ങും സ്വാമി ഗുരുവായൂരപ്പാ നിൻ കൃഷ്ണാട്ടം മാത്രം, നിൻ കൃഷ്ണാട്ടം മാത്രം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവ പശുവേരിൻ നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. നാരായണ 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 നാമം, നാരായണ 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 നാമം, നാരായണ 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 നാമം. അപ്പോൾ ഈ ഗാനം പ്രത്യേകം എന്നെ ഇന്ന് ഫോൺ വിളിച്ച് ഇത് പാടണം നിർബന്ധിച്ച ഒരാളുണ്ട്. അവർക്ക് ഞാൻ വീണ്ടും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ എല്ലാം ആർട്ട് ഓഫ് ലിവിംഗ് ഫാമിലി തന്നെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പറായിട്ടുള്ള ശ്രീ സൗമ്യ മനീഷ്. സൗമ്യ ചേച്ചിയുടെ അല്ലെങ്കിൽ സൗമ്യ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് മനീഷ് ഏട്ടനും വളരെ നല്ലൊരു ഗായകനാണ്. അപ്പോൾ പറവൂരുള്ള എറണാകുളം ജില്ലയിലെ പറവൂരുള്ള ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരുപാട് കോഴ്സുകൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ടീച്ചറായിട്ട് മാറിയിട്ടുള്ള സൗമ്യ ടീച്ചറാണിത് ചോദിച്ചത്. എപ്പോഴും അവരെന്നെ കൊണ്ട് പാടിക്കാറുണ്ട്. ഇന്ന് പ്രത്യേകം വിളിച്ച് ഇത് പാടി റെക്കോർഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടീച്ചർക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതേപോലെ ലോകം മുഴുവനുള്ള എല്ലാ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്കും അതെ ഒരു ചെറിയൊരു കേവല രൂപത്തിൽ തുടങ്ങി വിശ്വം മുഴുവൻ വിളങ്ങുന്ന ആ ശക്തി സ്രോതസ്സായിട്ടുള്ള അചിന്ത്യമായ ചൈതന്യത്തോടെ പരിലസിക്കുന്ന ആ പുഞ്ചിരി തൂകുന്ന നാരായണ സ്വരൂപത്തെ നമുക്ക് ഏവർക്കും ഹൃദയത്തിലേക്ക് കയറ്റാം അല്ലേ. അതെ, ഈ പാട്ട് ശരിക്കും ദാസേട്ടനാണ് നമുക്ക് പാടി തന്നിരിക്കുന്നത്. തരംഗിണി സ്റ്റുഡിയോസിൻ്റെ ഒരുപാട് പാട്ടുകളിൽ ഭക്തിഗാന കാസറ്റുകൾ വനമാല എന്നുള്ള കാസറ്റിലെ ഒരു ഫസ്റ്റ് സോങ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതാണ്. ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇത് വളരെ ഫേമസ് ആണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ചേട്ടൻ പാടിയത് വളരെ ഗംഭീരമാക്കിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ റെക്കോർഡ് നിങ്ങൾ കേട്ടു വെക്കണം. ഒരു വല്ലാത്തൊരു മെഡിറ്റേറ്റീവ് ടോണാണ്. പിന്നെ അതൊരു വള്ളുവനാടൻ ശൈലിയുണ്ട്. ആ ഒരു പുള്ളുവൻ പാട്ടിൻ്റെയും അതുപോലെ ഒരു വടക്കൻ ദിക്കിലുള്ള ആ സിനാരിയോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇതിൻ്റെ രാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചക്രവാകം എന്ന രാഗത്തെക്കുറിച്ച് ആണെന്ന് പറയുന്നുണ്ട് ചിലർ. പിന്നെ ചുരുക്കം ചിലർ മലയമാരുതമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ചക്രവാകവും മലയമാരുതം പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട, വളരെ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. ചക്രവാകം എന്ന് പറയുമ്പോൾ പാർത്ഥസാരഥിം ഭാവയേ ശ്രീപാർത്ഥസാരഥിം ഭാവയേ ഹിന്ദുസ്ഥാനിയിൽ ആഹിർ ഭൈരവ് എന്നും പറയുന്നുണ്ട്. രാക്കിളിതൻ വഴി നനയും നോവിൻ പെരുമഴക്കാലം. ഈ ഒരു ഭാവമാണിതിന്. ഈ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ആഹിർ ഭൈരവ് അല്ലെങ്കിൽ ചക്രവാകം. ഇതിന് മലയമാരുതമാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ പറയുന്നുണ്ട് ചിലവർ. മലയമാരുതം കേൾക്കുമ്പോഴും നമ്മൾ ഇത് ചെയ്യേണ്ട ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം യപശരണം നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രം ബ്രഹ്മകമലം ശ്രീലകമാക്കിയ നാദബ്രഹ്മ സുധാമയേ വീണാധരീ ചാദോധരീ പാഹി മാം പാഹി മാം പരിപാഹി മാം പാഹി മാം പാഹി മാം പരിപാഹി മാം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക
നാരായണ നാമം ഹരി നാരായണ നാമം നാരായണ 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 നാമം ആ ശ്രീ ഗുരുഭ്യോ നമഃ ഹരി നാരായണ നാമം ഹൃദയത്തിൽ വീണ്ടും വീണ്ടും തുടരട്ടെ ആശംസിക്കുന്നു. ജയ ഗുരുദേവ്.